1 കപ്പ് റവ കൊണ്ട് ഇന്ന് നമ്മൾ വായിൽ അലിഞ്ഞിറങ്ങും രുചിയിൽ നല്ലൊരു അടിപൊളി പലഹാരാട്ടോ റെഡിയാക്കാൻ പോകുന്നത്. കണ്ടല്ലോ, നല്ല പഞ്ഞിക്കെട്ട് പോലെയാണ്. അതിൻ്റെ ഉൾവശത്താണെങ്കിൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്സും. എത്ര കഴിച്ചാലും നമുക്ക് പൂതി തീരൂല, വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം. കണ്ടല്ലോ, ഈ റവ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ടങ്ങ് മാറ്റി കൊടുക്കുകയാണ്. ഒരുപാടൊന്നും നമുക്ക് പൊടിഞ്ഞ് കിട്ടില്ല, ചെറിയൊരു തരിയൊക്കെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. വലിയ വലിയ തരികളൊക്കെ ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഇവ രണ്ടും നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വേറൊരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പലഹാരം. രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ള മക്കൾക്കും സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തിടാൻ പറ്റിയ നല്ല ഐറ്റമാണ്. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കുകയാണ്. ഇനി നമുക്ക് 1/2 കപ്പ് ഇളം ചൂട് പാലാണ് കേട്ടോ വേണ്ടത്. പാല് ചേർക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ്. പച്ചവെള്ളം വെച്ച് ചെയ്യാം, പക്ഷേ പച്ചവെള്ളത്തിനേക്കാൾ ടേസ്റ്റും നമ്മൾ ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റായി കിട്ടാനും പാൽ തന്നെ ചേർക്കണേ. പാല് മുഴുവനായിട്ട് ചേർക്കണ്ട, കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കട്ടോ. ആ ഒരു സമയം കൊണ്ട് ഇതിലോട്ടൊരു ടേസ്റ്റി ഫില്ലിങ്സും കൂടി നമുക്ക് റെഡിയാക്കണം. കുറച്ച് പാൽ ഞാൻ ഇച്ചിരി ബാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് സമയമാകുമ്പോൾ ഒന്നുകൂടി ഡ്രൈ ആവും. ആ ഒരു ടൈമിലൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കരുത്. ഒരു പാൻ ചൂടാക്കി അതിലോട്ട് 1/2 കപ്പ് ശർക്കര ചിരകിയതും അതുപോലെ തന്നെ തേങ്ങയും ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ശർക്കരയിൽ പൊടിയും മൺകട്ടകളൊന്നുമില്ല, അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ നേരിട്ട് ചേർത്തത്. കല്ലും അതുപോലെ തന്നെ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഒരിച്ചിരി വെള്ളത്തിലൊന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ആവട്ടെ. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി വെള്ളം ചേർത്ത് ഉരുക്കിയെടുക്കുകയാണെങ്കിലും ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ആയിക്കോളും. കണ്ടല്ലോ, ശർക്കരയൊക്കെ ഉരുകി തേങ്ങയും ശർക്കരയൊക്കെ നല്ല രീതിയിൽ മിക്സായി. ഈ ഒരു സമയത്ത് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പഞ്ചസാര പൊടിച്ചത് ചേർക്കുകയാണ്. ഏലക്ക പൊടിയാണെങ്കിൽ അത് മാത്രം 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക. തണുക്കുമ്പോൾ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് വന്നോളും. ചിലർക്ക് ചെറിയ ജീരകത്തിൻ്റെ ചുവ ഇഷ്ടമാണ്. അങ്ങനെയുള്ളവർ വറുത്തിട്ടുള്ള ചെറിയ ജീരകത്തിൻ്റെ പൗഡർ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഇത്ര മതി കേട്ടോ. ഇനി നമ്മൾ നേരത്തെ അടച്ചു വെച്ചിട്ടുള്ള റവ അങ്ങോട്ട് എടുക്കുക. റവ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള പാല് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് കലക്കിയെടുക്കാം. ഒരുപാട് ലൂസായിട്ടല്ല, നല്ലൊരു ടൈറ്റായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ എത്രത്തോളം റവ എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കേണ്ടി വരും. ഒരു കൃത്യമായിട്ടുള്ള അളവ് പറയാൻ പറ്റില്ല. അങ്ങനെതാ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ 1/2 കപ്പ്. പക്ഷെ ഇത് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം കണ്ടറിഞ്ഞ് ഉണ്ടാക്കിയോളൂ. എത്ര കഴിച്ചാലും ഇത് മതി വരില്ല കേട്ടോ. നമുക്കിങ്ങനെ ചിലത് അങ്ങനെയാണല്ലോ, വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുമല്ലോ, അതുപോലത്തെ ഒരു പലഹാരമാണിതും. ഈ ഒരു നല്ലൊരു ടൈറ്റായിട്ടായിരിക്കും കേട്ടോ നമുക്കിത് കിട്ടേണ്ടത്. ഇതുപോലെ കണ്ടല്ലോ, സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ടുണ്ടല്ലോ 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എപ്പോഴും നമ്മളെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഉണ്ടാവില്ല, അങ്ങനെയെങ്കിൽ ബേക്കിംഗ് സോഡ ഒരു നുള്ളി ചേർത്ത് കൊടുത്താൽ മതി. പൗഡർ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. ഏതെങ്കിലും ഒന്നെങ്കിലും ചേർക്കാൻ നോക്കണേ. നമ്മളുണ്ടാക്കുന്ന ഈ പലഹാരം നല്ല സോഫ്റ്റും ഫ്ലഫിയും അതുപോലെ കേക്ക് പോലെ സ്പോഞ്ചി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ
ഒക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ നേരത്തെ തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. ഇതുപോലെ ആയിരിക്കും കിട്ടേണ്ടത്. ഇനി നമുക്കിതൊന്ന് ആവിയിലാണ് കേട്ടോ നമ്മളിന്ന് വേവിച്ചെടുക്കുന്നത്. ഞാനിതാ ഇതുപോലെയുള്ള ഇഡ്ഡലി തട്ടിൽ അത്യാവശ്യം എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച്, ഒരുപാട് മാവ് ഒഴിക്കരുത്, ഓരോ ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് നിറച്ച് കൊടുക്കണ്ട കേട്ടോ. ഇതിൽ നമ്മൾ ആ ഒരു ശർക്കരയുടെയും തേങ്ങയുടെയും മിക്സ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാനുള്ളതാണ്. പിന്നെ ഇത് ഒന്ന് ആവി കയറുമ്പോഴേക്കും നല്ല രീതിയിൽ വീർത്ത് നല്ല പ്ലഫി ആയിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ ഒത്തിരി മാവ് കോരി ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ടേസ്റ്റി ഫില്ലിങ്സ് ഇതിലോട്ട് കുറേശ്ശെ വെച്ച് കൊടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലെ ഇഡ്ഡലി തട്ടിൽ വെച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു ഷേപ്പായിരിക്കും കേട്ടോ കിട്ടുക. ആ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ അതേ ഷേപ്പിൽ കിട്ടും. ഇതാകുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് വെന്ത് കിട്ടും, ഒത്തിരി സമയമൊന്നും ആവണ്ട. ആവി കയറുമ്പോഴേക്കും തന്നെ അങ്ങ് വീർത്ത് വരും. ഇപ്പോൾ ശർക്കരയൊക്കെ വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ആ ഒരു റവയുടെ മിക്സും കൂടി ഒന്ന് വെച്ച് കൊടുക്കണം. ഒരുപാട് വേണ്ട കേട്ടോ, കുറച്ച് മതി. എന്നിട്ട് എല്ലായിടത്തേക്കും എന്താ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഒരുപാട് മാവൊക്കെ പുറത്തോട്ട് തള്ളി നിന്നാൽ ഇത് ചൂടാകുമ്പോഴേക്കും അങ്ങ് വീർത്ത് പൊങ്ങി തമ്മിലൊക്കെ ഒട്ടിപ്പിടിക്കും. സിമ്പിളാണ് കേട്ടോ ഈ റെസിപ്പി, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. എല്ലാതും ഇതുപോലെ ആക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ 2 എണ്ണം വെച്ചോ 3 എണ്ണം വെച്ചൊക്കെ ഇങ്ങനെ കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ സ്റ്റീം ചെയ്തെടുക്കുക. ഏതെങ്കിലും ഒരു പാത്രത്തിൽ ആദ്യം ഈ റവയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് തേങ്ങയുടെയും ശർക്കരയുടെയും ആ ഒരു മിക്സ് ചേർത്തിട്ട് വീണ്ടും ഈ റവ മിക്സ് വെച്ചിട്ട് അങ്ങനെ മുകളിൽ കോട്ട് ചെയ്തെടുത്താലും, എന്നിട്ട് ആവി കയറ്റിയിട്ട് ഒറ്റയടിക്ക് വേവിച്ചെടുക്കുക. പിന്നെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതി. ഇതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് കേട്ടോ, അതിനനുസരിച്ച് ചെയ്തോളൂ. ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് അങ്ങ് ഇറക്കി വെക്കുകയാണ്. ഒരു 4 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും തന്നെ ഇത് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നാല് മിനിറ്റൊന്നും ആയിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ട്. കണ്ടല്ലോ, നന്നായിട്ട് വീർത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറിയാൽ ഈ ഒരു തട്ടിൽ നിന്ന് അങ്ങ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. സിമ്പിളല്ലേ പരിപാടി. എന്നാൽ അതിന് നമ്മൾ സാധാരണ അരിപ്പൊടി കൊണ്ട് അടയൊക്കെ റെഡിയാക്കാറുണ്ട്. അതിനേക്കാളൊക്കെ എത്രയോ രുചിയുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റത്തിന്. അപ്പോൾ ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കുകയാണ്. ഒന്നാണ് ചൂടാറിയിട്ട് നമുക്ക് തട്ടുന്ന സ്പൂൺ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തൊടുമ്പോഴേക്കും തന്നെ കിട്ടും. ഒരുപാട് ഹാർഡായിട്ട് ബലം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടല്ലോ, നല്ല സോഫ്റ്റാണ്. എന്നാൽ തട്ടിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. കണ്ടോ, എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. ഇനിയിപ്പോൾ ബേക്കിംഗ് പൗഡർ ഇല്ലയെന്ന് കരുതിയിട്ട് റെഡിയാക്കാതിരിക്കണ്ട. ഒരു നുള്ളി ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. പിന്നെ പാലൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും. ബാക്കിയുള്ള മാവും നമുക്ക് ഇതുപോലെ തന്നെ ഒഴിച്ച് കൊടുക്കാം. തട്ടിൽ നിറയായിട്ട് ഒഴിക്കാതെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ശർക്കരയുടെയും ഇതിൻ്റെയും ഫില്ലിങ്സ് വെച്ചിട്ട് പതുക്കെ മുകളിലൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ ഇഷ്ടത്തോടു കൂടി കഴിക്കും. ഒപ്പം സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാം. ഇനിയിപ്പോൾ ഈവനിങ്ങിൽ ഒരു സ്നാക്കായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ബാക്കിയുള്ളതൊക്കെ നമ്മളിതാ ഇതുപോലെ ഒന്ന് ചുറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്നായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയല്ലേ സംഭവം. നിങ്ങളെന്തായാലും ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ. ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ നോക്കി കൊടുക്കാനും മറക്കല്ലേ. കാണാനും നല്ല മഞ്ചാണ്, ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാനിതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാവേ. കണ്ടോ, തൊട്ട് നോക്കുമ്പോൾ അത് പഞ്ഞിയാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്, നല്ല പഞ്ഞിക്കുട്ടന്മാരാണ്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റും നല്ല സോഫ്റ്റ് ഉൾവശമൊക്കെ ഉണ്ടല്ലോ. നല്ല രീതിയിൽ ആരെടുത്തിട്ട് പല്ലില്ലാത്തവർ കൊച്ചു കുട്ടികളും വയസ്സായവരൊക്കെ ഉണ്ടാവില്ലേ, അവരൊക്കെ വളരെ ഇഷ്ടത്തോടെ അവർക്ക് പോലും കഴിക്കാൻ പറ്റും. അത്രത്തോളം
സ്പോഞ്ചിയാണ് കേട്ടോ ഇത്. ഒന്ന് കഴിച്ചാലേ വീണ്ടും വീണ്ടും കഴിക്കും. അപ്പോൾ കുട്ടികളൊക്കെ കൂടുതലുള്ള വീടുകളാണെങ്കിൽ അത്യാവശ്യം കണ്ടറിഞ്ഞ് തന്നെ റെഡിയാക്കിക്കോളൂ, അല്ലെങ്കിൽ പിന്നെ തികയാതെ വരും. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമായിക്കണേ എല്ലാവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോഴല്ലേ നമ്മളൊക്കെ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുള്ളൂ. എല്ലാവരും കാണും ചെയ്യട്ടെ, ഉണ്ടാക്കുകയും ചെയ്യട്ടെ. നിങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ കേട്ടോ. ഇത് ഈ കട്ട് ചെയ്യുമ്പോഴത്തെ സ്മൂത്ത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. ഞാൻ തന്നെ ഇത് വീഡിയോക്ക് വേണ്ടിയിട്ട് 3 കഴിച്ചു കേട്ടോ. വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നുകയാണ്. പാലിലൊക്കെ റെഡിയാക്കിയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.